പോകുന്ന പോക്കിലാണ് സുരസ സർപ്പങ്ങളുടെ മാതാവ് വന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയുകയാണേ, ആകാശത്ത് വെച്ചാണേ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാമൻ്റെ ജോലി ചെയ്യാൻ പോയിട്ട് വന്നിട്ട് അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. അതല്ല കുഞ്ഞ്, എനിക്ക് വിശക്കണമെന്ന്, എനിക്കിപ്പോൾ തന്നെ നിന്നെ കഴിക്കണം. അത് നടക്കല്ല, ഞാൻ രാമൻ്റെ കാര്യത്തിന് പോവുകയാണ് കേട്ടോ ബുദ്ധി. വേനെന്ത് ചെയ്തു, സുരസ അങ്ങോട്ട് വായ എന്നാൽ പിന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. വായ അങ്ങോട്ട് വളർന്നു. 10 യോജന എന്ന് പറഞ്ഞാൽ എത്രയാ, 10 ഗുണം 12 വലുതാക്കി. ആഞ്ജനേയൻ ചെയ്തു 30 യോജന ശരീരം വലുതാക്കി. അപ്പോൾ ഈ അമ്മ 40 യോജന ശരീരം വലുതാക്കി. അപ്പോൾ ആഞ്ജനേയൻ എന്താക്കി, തൻ്റെ ശരീരം 50 യോജനയാക്കി. അപ്പോൾ ഈ വായക്കകത്ത് കൊണ്ടാലേ കയറാൻ പറ്റുള്ളൂ. വലുതാക്കി 100 യോജന വായ അങ്ങ് പടർന്നു സുരസ. അപ്പോൾ ആഞ്ജനേയൻ ഒരു കൊത്തുക്കു പോലെയായി. അപ്പോൾ ഒരു വലിയ ഗുഹ പോലുള്ള വായല്ലേ, അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് വയറ്റി പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ട് പറഞ്ഞു, നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വന്നേ, അതുകൊണ്ടല്ലേ നമ്മൾ അമ്മയെന്ന് വിളിക്കണേ. പറഞ്ഞു അപ്പോൾ വിളിച്ചു, അമ്മേ നീ ഇപ്പം നമ്മുടെ ഉദരത്തിൽ നിന്നല്ലേ വന്നത്, എന്നെ അനുഗ്രഹിച്ചു വിട എൻ്റെ അമ്മേ, ഞാൻ മോനല്ലേ എന്ന് ചോദിച്ചു. ബുദ്ധി ഉപയോഗിച്ചു എന്നർത്ഥം. സുരസ പറഞ്ഞു, മിടുക്കൻ, നിനക്ക് ശക്തിയുണ്ടോ ധൈര്യമുണ്ടോ എന്നൊരു ടെസ്റ്റ് ഓപ്പർ നടത്തണമെന്ന് ആര് പറഞ്ഞു? ദേവന്മാർ പറഞ്ഞു. നിനക്ക് വീര്യമുണ്ടോ, നീ പേടിക്കുമെന്നറിയാൻ എൻ്റെ മക്കൾ അതിന് വന്നു, നീ പോയിട്ട് വന്നു അനുഗ്രഹിച്ചു വിട്ടു. ആരെയും നമുക്ക് മറികടക്കാൻ പറ്റും. ബുദ്ധി വേണ്ടിടത്ത് ബുദ്ധി ഉപയോഗിക്കണം. ചെന്നു കുറച്ചങ്ങോട്ട് പോയപ്പോൾ കടലിൻ്റെ മുകളിലാണ്. ഇപ്പം എന്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ താഴെ നോക്കുമ്പോൾ കാണണേ ഈ കടലിലൊരു രാക്ഷസിയുണ്ട്. അവളുടെ പേരാണ് സിംഹിക. അവൾക്കൊരു സിദ്ധിയുണ്ട്, ആരുടെ നിഴലെ പിടിച്ചു അവൾക്ക് ആളെ നിർത്താൻ പറ്റും. അങ്ങനെ കഴിവുണ്ട്. നിഴലെ പിടിച്ചാൽ നമ്മുടെ നിഴലെ പിടിച്ച് നിർത്തുന്നു പറഞ്ഞവരെ. ഇവള് ആ കടലിലുള്ള നിഴലെ പിടിച്ചേക്കുക. ആഞ്ജനേയന് പോകാൻ പറ്റില്ല. ആഞ്ജനേയൻ താഴത്തേക്ക് നോക്കി, ഇതിനോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി. ആ താഴത്തേക്ക് കുത്തനെഞ്ഞു വന്നു പെരുവിരൽ, കാലിൻ്റെ പെരുവിരലെടുത്ത് ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു. പിന്നെ നോക്കിയില്ല. വാത്മീകമഹർഷി പറയണ കടൽ മുഴുവൻ ചുവന്നു പോയിന്നാ അർത്ഥം. മനസ്സിലായല്ലോ? ചിലരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ശക്തി പ്രയോഗിക്കേണ്ടി വരും. സിംഹയെ അടിച്ച് വധിച്ചിട്ട് പിന്നെയും പറക്കുക. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം കടലിൽ നിന്നിങ്ങനൊരു പർവ്വതം, സ്വർണ്ണപർവ്വതമാണേ. ഒരു പർവ്വതത്തിനെ ഇപ്പം ചിറകുള്ളൂ. ആ പർവ്വതത്തിൻ്റെ പേരാണ് മൈനാകം. പണ്ട് ഈ പർവ്വതം ഇങ്ങനെ പറന്ന് കിടന്ന് വല്ലോടത്തൊക്കെ പോയിരുന്ന ആൾക്കാരൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഇവരൊക്കെ ചിറക് അങ്ങ് മുറിച്ച് കളഞ്ഞു. അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പർവ്വതത്തിൻ്റെ പേരാണ് മൈനാകം. മൂപ്പര് കടലിലാണ് കിടക്കണം ഇപ്പോൾ. അപ്പോൾ ഈ ആഞ്ജനേയൻ പോയപ്പോഴത്തേക്കും രാമൻ്റെ ജോലിക്ക് പോവല്ലേ, ഇങ്ങർക്ക് വിശ്രമിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടത് വെച്ച് പതുക്കെ പൊങ്ങി വന്നു. നമ്മൾ നല്ല കാര്യത്തിന് പോയാൽ, ധർമ്മകാര്യത്തിന് പോയാൽ ഈ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടത് കൊണ്ടുതരും. ഇതിങ്ങനെ പൊങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ആഞ്ജനേയ എന്മേലിരുന്ന്, എൻ്റെ ഈ പർവ്വതത്തിലിരുന്ന് സാധവും ദാഹവും വിശപ്പും ഇതൊക്കെ കഴിച്ച് മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ആഞ്ജനേയൻ എന്താ ചെയ്തെന്നറിയോ? വാൽമീകി പറയും, തൻ്റെ നെഞ്ചുകൊണ്ട് ഒരമൃതം അങ്ങോട്ട് അമർത്തി സ്നേഹത്തോടെ ഇങ്ങനെ പൊങ്ങി വന്ന് അതേ സ്പീഡ് താഴത്തേക്ക് പോയി. പിന്നെ പൊങ്ങി വന്നു. അയ്യോ ഞാൻ സുഹൃത്താണ്, എന്നെ ഇങ്ങനെ അല്ലെ. അപ്പോൾ പറയണ എഴുത്തച്ഛൻ പറയും, അരുതരുത്, പാടില്ല. എന്താ, രാമകാര്യാർത്ഥമായി രാമൻ്റെ കാര്യത്തിൽ പോവുക. അന്നേരം അവിടെ ഇവിടെ ഇരുന്ന് അലമലമിത് അരുതരുതു രാമകാര്യാർത്ഥമായി ആശുപോകും വിധു പാർക്കരുതെങ്ങുമേ. നമ്മളൊരു പർപ്പസിന് പോയാൽ ആ പർപ്പസ് നിറവേറ്റണം. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോരുത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ, ചില കുട്ടികൾ ഉഴപ്പിപ്പോണം, എന്താ പഠിക്കാൻ പോവും, അതിനിടയ്ക്ക് മൊബൈൽ നോക്കാൻ പോവും, പിന്നെ വേറെ വല്ല പരിപാടിക്ക് പോവും. അപ്പോൾ മെയിൻ പരിപാടി പഠിത്തം അതിന് സ്ലിപ്പ് ചെയ്തു പോവും. തോക്കുക, അല്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടുക, അല്ലെങ്കിൽ വേണ്ടാത്ത സ്വഭാവം വയ്ക്കുക. ഇത് പഠിക്കാൻ പോകും പഠിത്തം. ഇപ്പോൾ നമ്മുടെ രാമൻ്റെ കാര്യം കുട്ടികൾക്ക് പഠിക്കുക, ഞങ്ങളൊക്കെ ഉള്ള പ്രായമുള്ള കാര്യം ഇത് ജോലിക്ക് പോവുക. അങ്ങനെ ഓരോരുത്തർക്കും രാമകാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കർമ്മമാണ്. അതിൽ തന്നെ ശ്രദ്ധിക്കാവുള്ളൂ. ശ്രദ്ധ പതരുത്. ഇത് ആഞ്ജനേയൻ പറഞ്ഞതാണ്. അലമല്ലം ഇത് അരുതരുത് രാമകാര്യാർത്ഥമായി. ഈ പരിപാടിക്കുമ്പം വേറെ എങ്ങും ഒന്ന് പെരുവഴിയിൽ ശയനങ്ങൾ ചെയ്യുന്നതും, ഈ പെരുവഴിയിൽ ഇരുന്നിട്ട് അവിടെ കാപ്പി മേടിച്ച് കുടിക്കുക, കൂൾ ഡ്രിങ്ക്സ് കുടിക്കുക, നോ. ഇതാനുള്ള സമയമല്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. കണ്ടോ, അവിടെ ബുദ്ധി ഉപയോഗിച്ചു.